ബന്ധങ്ങളൊക്കെ ക്ലേശകരമാക്കുന്നത് ഈ പൂർണ്ണതയെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മുടെ ശാഠ്യങ്ങളാണ്. കുറേ അപൂർണ മനുഷ്യരുടെ സഹവാസ ഇടമായിട്ടൊക്കെ ഇത്തരം ഇടങ്ങളെ പുനർനിർവചിക്കേണ്ട, റീവിസിറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് വേണ്ടി സൃഷ്ടിക്കുക. അവിടെ നിന്ന് എന്താ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്? ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ളതല്ല. സ്വന്തം അപൂർണതകൾ അക്സെപ്റ്റ് ചെയ്യുക, സ്വന്തം അപൂർണതകൾക്കകത്ത് ഇതിൽ ലജ്ജിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇനിയും മുമ്പോട്ട് പോകാനുള്ള, അവിടെ വരെ നമ്മൾ എത്തുക എന്നുള്ളതല്ല. എപ്പോഴും ഓർമ്മിക്കണം, ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേരുന്നൊരു സ്റ്റാറ്റസ് അല്ല, ഇറ്റ്സ് എ പ്രോസസ്. ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുയാണത്തിലേക്ക് സ്നേഹവന്ദനം. വീട് മനുഷ്യൻ കല്ലുകൊണ്ട് കെട്ടിപ്പോക്കുന്ന ഒന്നല്ല, മറിച്ച് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണെന്ന് അർത്ഥം വരുന്ന ഒത്തിരി കാര്യങ്ങൾ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോം ഇറ്റ്സ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ, സമീപനത്തിൻ്റെ, സംസ്കാരത്തിൻ്റെയൊക്കെ പേരാ വീട്. സിനിമയിലൊക്കെ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറയാനായിട്ട് പലരും ശ്രദ്ധിക്കുന്നുണ്ട്. നോമാഡ്സ് ലാൻഡ് എന്ന് പറയുന്ന അലയുന്നവരുടെ ദേശം എന്നർത്ഥം വരുന്ന ഒരു ചിത്രം ലോകത്തിൻ്റെ ഒരു ശ്രദ്ധ നേടിയ ഒന്നാണ്. സ്വന്തമായിട്ട് ഒരങ്കിലും മണില്ലാത്ത അലയുന്ന ഒരു സ്ത്രീയോട് അവരുടെ ആ ദുർവിധിയെക്കുറിച്ച് ആരായുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഹൗസ്ലെസ് ഡസ് നോട്ട് മീൻ ഹോംലെസ്. ഈ വീടില്ല അല്ലെങ്കിൽ ഈ കെട്ടിടമില്ല, വസതിയില്ല എന്നതിന് വീടില്ല എന്ന അർത്ഥമില്ല. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന, മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെയോ ഒരു സമീപനത്തിൻ്റെയൊക്കെ പേരാണ് വീടെന്ന് പറയുക. മറ്റൊരു ചെറിയൊരു ചലച്ചിത്രം വളരെയേറെ നന്മയുള്ളതായിട്ട് അനുഭവപ്പെട്ടു. അതിൻ്റെ പേര് തന്നെ വീടെന്നർത്ഥം വരുന്ന ഒരു പദമാണ്. അതിൻ്റെ ഒടുവിലായിട്ടിങ്ങനെ വീടിനെ നിർവചിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അതിനകത്തൊരു നേരുണ്ട്. അതിങ്ങനെയാണ്: സ്വന്തം അപൂർണതകളെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്ന, അതിൻ്റെ പേരിൽ ലജ്ജിക്കാനായിട്ട് അനുവദിക്കാത്ത ഒരിടം. ഈ അപൂർണതകൾ അംഗീകരിക്കുന്ന, അപൂർണതകളെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുന്നൊരിടമായിട്ടൊക്കെ വീടിനെ സങ്കല്പിക്കാൻ കഴിയുമ്പോൾ വീടിന് മീതെ ഉള്ള കുറേ അധികം പ്രതിസന്ധികൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണ്, മാഞ്ഞു പോവുകയാണ്. ബന്ധങ്ങളൊക്കെ ക്ലേശകരമാക്കുന്നത് ഈ പൂർണ്ണതയെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മുടെ ശാഠ്യങ്ങളാണ്. കുറേ അപൂർണ മനുഷ്യരുടെ സഹവാസ ഇടമായിട്ടൊക്കെ ഇത്തരം ഇടങ്ങളെ പുനർനിർവചിക്കേണ്ട, റീവിസിറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇത് എല്ലായിടത്തും ശരിയാണ്. സ്വന്തം ദാമ്പത്യത്തെക്കുറിച്ച് കുറേ അധികം പരാതിയുള്ള, തൻ്റെ വധുവിനെക്കുറിച്ച് കുറേ അധികം പരാതികളുടെ പട്ടിക നിരത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ അത് കേട്ടുകൊണ്ടിരുന്ന വൈദികൻ അക്ഷരത്തിൽ നടുക്കി. അയാൾ പറഞ്ഞു: നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ആദ്യം ചെയ്യേണ്ടത് ഒരു വിവാഹമോചനം ചെയ്യാന്നുള്ള, ഡൈവേഴ്സ് ചെയ്യാന്നുള്ള. അതൊരു ഷോക്കിംഗ് ആയൊരു കാര്യമായിരുന്നു അയാൾക്ക്. കാരണം അത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും എൻകറേജ് ചെയ്യാത്ത ഒരു സമ്പ്രദായത്തിലെ വൈദികനായി അയാൾ. ഇപ്പോൾ ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു: എത്ര ലാഘവത്തോടുകൂടിയാണ് അങ്ങ് ഈ ഡൈവേഴ്സ് എന്നൊക്കെ പറയുക, വിവാഹമോചനം എന്നൊക്കെ പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: നിൻ്റെ ഉള്ളിൽ ഒരു പരിപൂർണതയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്, പരിപൂർണയായ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്. വാസ്തവത്തിൽ ആ സങ്കല്പത്തെയാണ്, അതിനകത്തുനിന്നാണ് നീ മുക്തി പ്രാപിക്കേണ്ടത്, അതിനെയാണ് നീ വിട്ട് കളയേണ്ടത്. എന്നിട്ട് ഏറ്റവും റോയായിട്ടുള്ള, ഏറ്റവും സത്യസന്ധമായ രീതിയിൽ അപൂർണതയുള്ള, കുറവുകളുള്ള, വൾണറബിലിറ്റി ഉള്ള ഒരു സ്ത്രീയെ യാഥാർത്ഥ്യബോധം സ്വീകരിക്കാനായിട്ട് പഠിക്കുക എന്നുള്ള പ്രധാനം. ഇത് എല്ലായിടത്തും പ്രധാനപ്പെട്ട നിയമം. സൗഹൃദങ്ങളിലായാലും ഈ പറഞ്ഞ എന്തിനകത്തും ഇത് വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. ഈ അപൂർണതകളോട് മനുഷ്യനെ കണ്ടെത്താൻ പറ്റുക, സ്വീകരിക്കാനാവുക എന്നുള്ളത്. സന്യാസാശ്രമങ്ങളെയൊക്കെ കഠിനമായൊരിടമാക്കി മാറ്റുന്നതും ഇത്തരം ചില കാര്യങ്ങൾ, സങ്കല്പങ്ങളുടെ മീതിയാണ് നെയ്തെടുത്തുന്നുള്ളത് കൊണ്ടാണ്. ക്രിസ്തീയ സന്യാസ സങ്കല്പങ്ങളുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ മിക്കവാറും നമ്മൾ പറഞ്ഞ് കൂടുതലായിട്ട് ഈ കുട്ടികളുടെ ഭാഷയിൽ ഹൈപ്പ് കൊടുക്കുന്നത് ഈ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ചില മനുഷ്യർ ദാഹമായിട്ടും, പരിപൂർണമായ ചില മനുഷ്യർ കഠിന നിഷ്ഠയോട് ജീവിച്ചിരുന്ന ഒരിടമായിട്ടുമൊക്കെയാണ് അതിൻ്റെ ഒരു ഒറിജിനൊക്കെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്, അതിൻ്റെ പ്രാരംഭത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ പാരലായിട്ടും സമാന്തരമായിട്ടും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിൽ വെക്കേണ്ടത് ഇങ്ങനെയാണ്:
ഈ ക്രൂസൈഡിൻ്റെയൊക്കെ ഒരു സമയത്ത് യുദ്ധഭൂമിയിലേക്ക് പോയ കുറേ അധികം പേര് ഈ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇവർക്ക് ഒത്തിരി അംഗവൈകല്യങ്ങളുണ്ടായി. കണ്ണ് പോയവരും ചെവി ഛേദിക്കപ്പെട്ടവരും ടോട്ടലി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വൈരൂപ്യങ്ങൾക്കും ഒക്കെ പെട്ടുപോയ മനുഷ്യ അഭിമുഖിക്കാനായിട്ട് ധൈര്യമില്ലാത്ത ഈ കുറേ അധികം മനുഷ്യരെ തിരിച്ചൊരു യാത്ര സ്വന്തം നാട്ടിലേക്കുള്ള അസാധ്യമാണെന്നൊക്കെ ഓർത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ ഒരുമിച്ച് പാർക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത്തരം മരുഭൂമികളിലും മലയടിവാരങ്ങളിലുമൊക്കെ അവരിങ്ങനെ ഒത്തുചേർന്ന് സംഘമായിട്ട് പാർക്കാൻ തുടങ്ങി. ഇതും ഈ സന്യാസത്തിൻ്റെ ചരിത്രത്തിനകത്ത് നമ്മൾ പലപ്പോഴും കാണാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു നാൾ വഴിയാണ്. അപ്പോൾ അതൊരു ഭംഗിയുള്ള, കുറച്ചുകൂടി കൺസോളിംഗ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഹീലിംഗ് ആയിട്ടുള്ള സങ്കല്പമാണ്. കുറേ അധികം പരിക്കേറ്റ മനുഷ്യർ, കുറേ അധികം വൈകല്യങ്ങളുള്ള മനുഷ്യർ ഒരുമിച്ച് തങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയും പൂർണ്ണതയ്ക്ക് വേണ്ടിയുമൊക്കെ ദാഹിക്കുന്നിടമായിട്ട് അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ട ഒരു ബാധ്യത എല്ലായിടത്തുമുണ്ട്. എല്ലാ അപൂർണതകളെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് തന്നെയാണ് ഈ വേദപുസ്തകത്തിൽ തൻ്റെ പിതാവിനെ അവിടെ നിന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായിട്ടും അസൽ യേശുവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തുമാത്രം അപൂർണരായ മനുഷ്യർ ഒത്തുചേരലായിരുന്നു. നമുക്ക് അവരുടെയൊക്കെ ഒരു ട്രാക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നടുക്കം വരുന്ന വിധത്തിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ കുഴപ്പമുള്ള മനുഷ്യർ തന്നെയായിരുന്നു അവൻ്റെ ആദ്യ ശിഷ്യന്മാരൊക്കെ. ഭയങ്കരമായ സ്വാർത്ഥയുള്ള മനുഷ്യർ, ഭയങ്കരമായ കലിയുള്ള മനുഷ്യർ, ഈ കലിബാധിതരായ മനുഷ്യരെയൊക്കെ നമ്മളതിനകത്ത് കാണുന്നുണ്ട്. വിശേഷിച്ചും ഒരു ഗ്രാമം യേശുവിനെ സ്വീകരിക്കാതെ പോകുമ്പോൾ ആകാശത്തിന് തീയിറക്കി നമുക്ക് ഈ മുഴുവൻ നഗരത്തെ നശിപ്പിക്കാമെന്നൊക്കെ പറയുന്ന യോഹന്നാനെയൊക്കെ നമ്മൾ നിശ്ചയമായിട്ടും ഈ വേദപുസ്തകത്തിൽ കണ്ടുപിട്ടുണ്ട്. ഇന്ന് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനൊക്കെ വിളിക്കപ്പെടുന്ന അതേ യോഹന്നാനെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. പിന്നെ ഭയങ്കരമായ പെസിമിസം, നസ്രത്തിൽ നിന്ന് ഒരു പുതിയൊരു ഗുരു വരുന്നു, പ്രവാചകൻ വരുന്നൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ലെന്ന് ഇങ്ങനെ കാറ്റഗോറിക്കലായിട്ട് ഡിനൈ ചെയ്യുന്ന നത്താനിലൊക്കെ വാസ്തവത്തിൽ ഈ ശിഷ്യ സമൂഹത്തിനുള്ള. അപ്പോൾ ഇങ്ങനെ കുറേ അധികം അപാകതകളുള്ള വൾണറബിലിറ്റി ഉള്ള മനുഷ്യരുടെ ഒത്തുചേരലായിരുന്നു അവൻ്റെ ആദ്യ സമൂഹം പോലും. അസൽ അത് തന്നെയാണ് അതിൻ്റെ നേരെ. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഒരു വലിയൊരു ശില്പം ഉണ്ടായി. ഒരു രാജാവിനെക്കുറിച്ച് പ്രവാചകൻ കാണുന്ന ദർശനം ആ ശില്പത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോ തരം മെറ്റലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും തകർക്കാനാവാത്ത, ഒരു തരത്തിൽ നിങ്ങൾക്ക് നേരിടാനാവാത്ത വിധത്തിൽ, ഒരു തരത്തിൽ നശിപ്പിക്കാനാവാത്ത വിധത്തിലുള്ള കൃത്യമായ ലോഹങ്ങൾ കൊണ്ടാണ്, പലതരം ലോഹങ്ങൾ കൊണ്ടാണ് ഈ ശില്പം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ പാദങ്ങൾ മാത്രം ഇങ്ങനെ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എത്ര കരുത്തരായിട്ട് തോന്നുമ്പോഴും, എത്ര പരിപൂർണമായിട്ട് തോന്നുമ്പോഴും എല്ലാ മനുഷ്യർക്കും ഒരു ക്ലേ ഫീറ്റ് ഉണ്ട്, ഒരു മൺപാദമുണ്ട്. ഇതാണ് മനുഷ്യനെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും കൃത്യമായ ആ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് മറന്നു പോകുമ്പോഴാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് ഇങ്ങനെ അമിത പ്രതീക്ഷ വെക്കുകയും അതിനകത്ത് സംഭവിക്കുന്ന ഏറ്റവും ചെറിയ പരിക്കുകളിൽ പോലും നമ്മളിങ്ങനെ ചിതറിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. ഒരു ക്ലേ ഫീറ്റ് ഉണ്ട്. പഴയ പുരാണത്തിലൊക്കെ ഈ അക്ലാസീൽ എന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ഒരാൾ ഈ ഒരു കുട്ടിയെ ഇങ്ങനെ ഈ പറഞ്ഞ അമർത്യത ഉള്ള ഒരു നദിയിലേക്ക് കൊണ്ടുപോയി മുക്കിയ അമ്മ. പിന്നീട് ആ കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ കുട്ടിയെ മുക്കുന്നത് ഇങ്ങനെ ഉപ്പൂറ്റി പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ മുക്കിയെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ഉപ്പൂറ്റിയെ പിടിച്ചിരിക്കുന്ന ഇടത്ത് ഈ പറഞ്ഞ ഈ നദിയുടെ പ്രത്യേകതകൾ ഈ കുട്ടിക്ക് കിട്ടാതെ പോയി. അതിന് വിളിക്കുന്ന വാക്കാണ് എക്ലാസീൽ എന്ന് പറയുക. വലിയ മനുഷ്യരുടെ ആ ഒരു ദൗർബല്യം, അവിടെയാണ് ഇങ്ങനെ ശരമെയ്ത് ഈ മനുഷ്യനെ വീഴ്ത്തുന്നത്. അപ്പോൾ ഇത്തരം ദൗർബല്യങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വലിപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രധാനം. വാസ്തവത്തിൽ ഈ പറഞ്ഞ അപൂർണതയെക്കുറിച്ച് ഇത്രയും ലജ്ജിക്കാനൊന്നുമില്ല. അപൂർണതയെക്കുറിച്ച് ലജ്ജിക്കാനായിട്ടുണ്ടെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് മനുഷ്യർ ഈ പൊയ്മുഖങ്ങൾ അണിയേണ്ടതായിട്ട് വരിക. എന്തുകൊണ്ടാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പറ്റാതെ പോകുന്നത്? അതൊരു പുരാതന ഭയമാണ്. ഇഫ് ഐ റിവീൽ മൈസെൽഫ് വിൽ യു ഹെയ്റ്റ് മീ ഓൾ ദ മോർ. ഇതാണ് വാസ്തവത്തിൽ എല്ലാ മനുഷ്യരും പുലർത്തുന്നൊരു ഭയം. ആ പേരിൽ ജോൺ ബോബൻ ഒരു ആർട്ടിക്കിൾ പോലും ഉണ്ട്. പുസ്തകമോ ആർട്ടിക്കിളോ അങ്ങനെയാണ്. ഞാൻ കൂടുതലായിട്ട് എന്നെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളെന്നെ കൂടുതലായിട്ട് വെറുക്കുക എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ മനുഷ്യർ എന്തുകൊണ്ട് ഇത്രയും മാസ്കുകൾ അണിയുന്നു, എന്തുകൊണ്ട് ഇത്രയും അസത്യത്തിൽ ജീവിക്കുന്ന ഒറ്റ കാരണം ഈ അപൂർണതകളെ സ്വീകരിക്കാൻ പറ്റുന്ന വലിപ്പമോ പ്രകാശമോ ഇല്ലാത്ത നമ്മുടെ സാമീപ്യം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ എന്തൊരു സ്വാതന്ത്ര്യമാണ് ഈ മനുഷ്യൻ്റെ അപൂർണതകളെ സ്വീകരിച്ച് തുടങ്ങുമ്പോൾ. കുട്ടികളോട് ഈ അപൂർണതയിൽ ഇത്രയും വിഷമിക്കേണ്ടയില്ലെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുന്ന ഒരു കഥ. അതിങ്ങനെയാണ്, 2 കുടങ്ങളുടെ കഥയാണ്. ഒരു കുടം ഇങ്ങനെ പൂർണ്ണ കൊമ്പോ, ഒരു കുഴപ്പമില്ല. മറ്റേ കുടത്തിനൊരു ചിന്നൽ വീണിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ വടക്കേന്ത്യയിലൊക്കെ ഈ വെള്ളം കോരുന്ന രീതിയുണ്ട്. ഒരു
തടിക്കഷ്ണൻ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഈ കുടം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുക, ഒരു കമ്പിന് അപ്പുറം ഇപ്പുറമായിട്ട്. അങ്ങനെ ഈ മനുഷ്യൻ എന്നും പുഴയിൽ നിന്ന് തൻ്റെ കൃഷിയിടത്തിലേക്ക് ഈ വെള്ളം കോരിക്കൊണ്ട് പോകും. സ്വാഭാവികമായിട്ട് അവിടെ എത്തുമ്പോൾ ചിന്നിയ കുടത്തിനകത്ത് നിന്ന് ഒരു 4-1 വെള്ളം ഉണ്ടായ ഭാഗ്യം. ചിന്നിയ കുടത്തിന് വല്ലാത്ത ഒരു അപകർഷത തോന്നിയ, എന്തോ ഒരു കരുണയാൽ തന്നെ കളയുന്നില്ലെന്ന് മാത്രമേ അയാൾ സങ്കല്പിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ ഈ ചിന്നാത്ത കുടത്തോട്, ഈ പറഞ്ഞ പൂർണ്ണ കുംഭം എന്നൊക്കെ പറയുന്നൊരു സംഭവത്തോട് ഈ ചിന്നിയ കുടത്തിന് വല്ലാത്ത താരതമ്യവും കുറച്ച് അസൂയൊക്കെ വരെ വരുന്നുണ്ട്. ഒരു ദിവസം ഈ ചിന്നിയ കുടം യജമാനോട് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്, അങ്ങനെ വിട്ടുകളയുക. അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, 1% പോലും എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ യജമാനൻ ചിന്നികുടത്തോട് പറഞ്ഞു, ചിന്നികുടമേ, നീ വരുന്ന വഴിത്താരം നോക്ക്. ചിന്നികുടം അന്നാണ് അത് പോകുന്ന ആ വഴിത്താരം ശ്രദ്ധിച്ചത്. കാലാകാലങ്ങളായിട്ട് ഈ ചിന്നലിൽ നിന്ന് വെള്ളം ഇറ്റിട്ടിട്ട് വീണിട്ട് ഈ പോകുന്നിടം മുഴുവൻ ഇങ്ങനെ പച്ചപ്പുണ്ടായിരുന്നു, പലതിലും പൂക്കളുണ്ടായിരുന്നു, ചിലതിലൊക്കെ ചെറിയ ചെറിയ പഴങ്ങളുണ്ട്. ഒരു വഴിത്താരം മുഴുവൻ ഇങ്ങനെ പച്ചയുടെ ഒരു വല്ലാത്തൊരു ഭംഗിയുള്ള ഇടമായിട്ട് മാറി. എന്നിട്ടോ ഈ പൂർണ്ണകുംഭത്തിൻ്റെ ഇടത്തിലാവട്ടെ ഒരു പുൽനാമ്പ് പോലും മുളച്ചിട്ടില്ല. വാസ്തവത്തിൽ ഈ ചിന്നലുള്ള മനുഷ്യരാണ് കുറേ കൂടി ലോകത്തെ കൺസ്ട്രക്റ്റീവ് ആക്കുന്ന തോന്നുന്നത്. അതെവിടെ ആവട്ടെ, ഇപ്പോൾ കവിത എഴുതുന്ന ഒരാളായാലും ഏതെങ്കിലും തരത്തിൽ ലോകത്തിൻ്റെ ഭംഗിയെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇടപെടുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവായാലും ഇവരൊക്കെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഇവരുടെ ചില ചിഹ്നലുകളുണ്ട്. അപ്പം അത്തരം ചിഹ്നലുകളെക്കുറിച്ച് ഇത്രയും തലകുനിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വല്ലാത്തൊരു സങ്കല്പം. ഇത് പഴയ നിയമത്തിൻ്റെ തന്നെ ഒരു ധാരയാണ്. വാസ്തവത്തിൽ ഒരു ദേശത്തിന് ഒരു വിമോചകൻ ആവശ്യമായിട്ട് വരുന്നു. അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു ദേശം, അതിൻ്റെ വിമോചകനെ വേണ്ടി വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരു വിമോചകൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയാൾക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ചാതുര്യം ആവശ്യമുണ്ട്. ഒരു ഒറട്ടോറി എന്ന് പറയുന്നൊരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ചരിത്രത്തിലെ പേരുകേട്ട എല്ലാ നായകന്മാരെയും എടുത്തു നോക്കുക. അവർക്ക് ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാം, ഭംഗിയായിട്ട് ഈ ആൾക്കൂട്ടത്തെ ഇങ്ങനെ ചലഞ്ച് ചെയ്യാനറിയാം, തങ്ങളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് പറ്റും. എല്ലാ ചർച്ചിലായിക്കൊള്ളട്ടെ, ഹിറ്റ്ലർ ആയിക്കൊള്ളട്ടെ, അവരെന്ത് ചെയ്യുന്നുള്ള അവിടെ നിൽക്കട്ടെ, ഒരാൾക്കൂട്ടത്തെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിധത്തിൽ വല്ലാത്ത പദങ്ങളുടെ സമ്പത്തും വല്ലാത്ത അഭിനിവേശവും വാക്കുകളുടെ ഭംഗിയുമൊക്കെ ഇവർക്കുണ്ടായിരുന്നു. ഗാന്ധിയൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് ബാധകമാണ് വാസ്തവത്തിൽ. പക്ഷേ മോശയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് മോശയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വിൽക്കുന്നൊരു വാക്കാണ് വേദപുസ്തകം ഉപയോഗിക്കുന്നത്. ഒരു പൂർണ്ണമായിട്ടൊരു സെൻറ്റൻസ് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു കുറവുള്ള ഒരു മനുഷ്യരിൽ നിന്നാണ് ആ വിമോചനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഒരു ദേശത്തിൻ്റെ വിമോചന കഥ ആരംഭിക്കുന്നത് വളരെ കൃത്യമായിട്ട് അത്തരം മനുഷ്യർക്ക് വേണ്ടി വരുന്ന പ്രത്യേകതകളൊന്നുമില്ലാത്തൊരു മനുഷ്യരിൽ നിന്ന്. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇത് എല്ലാവരുടെയും കഥയാവാസത്തിൽ. അപ്പോൾ അപൂർണതയിൽ ഇത്രയും തലകുനിക്കാനില്ല. അപൂർണതകളെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു വിചാരം. അപൂർണതകൾ നമ്മളും അക്സെപ്റ്റ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ അപൂർണതകളുമായിട്ട് സമരസപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ലോകം നമ്മൾ അതുപോലെ എടുക്കണമെന്നൊക്കെ പറയുന്നതിനകത്തൊരു കഥയില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്തരം ചില കാര്യങ്ങളുമായിട്ട് ചില ഭംഗിയുള്ള സൗഹൃദത്തിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ഒരേ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കൂടി ചേർന്നിട്ടാണ് ഈ സ്പിരിച്വാലിറ്റി രൂപപ്പെടുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം, ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുക, അയാൾ അതേപോലുള്ള ചില കാര്യങ്ങളെ പകർത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കഥ പോലും ഉണ്ട്. ഒരു ആൾ ഇങ്ങനെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു ചിത്രകാരൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ ഇരിക്കുക. അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അതിനകത്തൊക്കെ പെട്ടുപോയ ഒരാളാണ്. ഈ ചിത്രം വരച്ച് തീർക്കുമ്പോഴേക്കും ഈ ചിത്രം ഇയാൾക്ക് കൈമാറുമ്പോൾ ഇയാൾ ശ്രദ്ധിച്ചു, ഇയാളുടെ ഒരു ഭാവങ്ങളുമായിട്ട് കാര്യമായിട്ട് ഈ ചിത്രം പൊരുത്തപ്പെടുന്നില്ല. ഇയാൾ പറഞ്ഞു, എൻ്റെ കൺവീലുകളൊക്കെ ഇങ്ങനെ ആ മദ്യപിച്ചിൻ്റെ എല്ലാ അടയാളങ്ങളുമായിട്ട് ഇങ്ങനെ തൂങ്ങിയൊക്കെ കിടക്കുകയാണ്, ഇതിനകത്ത് വളരെ പ്രകാശമുള്ള കണ്ണാണ് വരച്ചിരിക്കുന്നത്, ഇങ്ങനെ ഓരോന്നിനകത്തും എൻ്റെ വസ്ത്രങ്ങൾ വളരെ മുഷ്ടിച്ചതാണ്, ഇതിനകത്ത് തന്നെ തൂവുള്ള വസ്ത്രം കൊണ്ടാണ് അണിയിച്ചിരിക്കുന്നത്, ഇതെൻ്റെ ചിത്രമല്ല, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള പണം നിനക്ക് തരാനായിട്ട് എനിക്ക് താല്പര്യമില്ല, തരില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, നിൻ്റെ ചിത്രം അതേപോലെ എടുക്കാനാണെങ്കിൽ നീ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് പോയാൽ മതി. ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ ഓരോരുത്തരെയും കാണുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഒരു സങ്കല്പം വരും, അവരിൽ നിന്ന് എന്ത് രൂപപ്പെടുത്താൻ പറ്റും, അവർക്ക് എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വാസ്തവത്തിൽ ഇത് രണ്ടും നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി ഭാഗം തന്നെയാണ്. അതേപോലെ ചില കാര്യങ്ങൾ ഏറ്റെടുക്കാനും പറ്റുക,
ഈ അതേപോലെ ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിനപ്പുറം പോകാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രകാരൻ, ഒരു ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കൂടി ചേർന്നിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു സ്പിരിച്വാലിറ്റി നിർണ്ണയിക്കേണ്ടത് ഒന്നും. രണ്ടിൻ്റേതായ പ്രസക്തിയുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ഒരു വാക്കിൻ്റെയൊക്കെ ഒരു പ്രസക്തി നമ്മൾ അന്വേഷിക്കുന്നത്. എൻ്റെ പിതാവിനെ കണക്ക് നിങ്ങൾ പരിപൂർണ്ണമാവുക. ഒത്തിരി ചർച്ചകളും ഒത്തിരി സംവാദങ്ങളൊക്കെ നടക്കുന്നൊരു വിചാരവാസത്തിൽ എന്തായിരിക്കും യേശു പറയുന്ന ഈ പരിപൂർണ്ണ എന്ന് പറയുന്നത്? ഇത്തരം അപൂർണതകളെ സ്വീകരിച്ചൊരു മനുഷ്യൻ, അപൂർണതയായ മനുഷ്യരെ ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ, അപൂർണമായ മനുഷ്യരെ കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിയ ഒരു മനുഷ്യൻ എന്തിനാണ് ഈ പൂർണ്ണതയെക്കുറിച്ച് പറയുന്നത്? അല്ലെങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യൻ്റെ മനസ്സിലെ പൂർണ്ണതാ സങ്കല്പം? അത് തീർച്ചയായിട്ടും നമ്മളൊരു മെഡിറ്റേഷന് വെക്കേണ്ട ഒരു വിചാരമാണ് ഇത്. പല രീതിയിൽ ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പഴയ നിയമത്തിലൊക്കെ ഒരാളെ പൂർണ്ണെന്ന് വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, പൂർണ്ണതയുള്ള ഒരാളെന്ന് വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അയാളിങ്ങനെ ഭയങ്കര ഒബീഡിയൻ്റ് ആകുമ്പോഴാണ്. രണ്ടുപേർക്ക് അത്തരം വിശേഷം കിട്ടുന്നുണ്ട്. ഒന്ന് അബ്രഹാത്തിനാണ്, രണ്ട് നോഹയ്ക്കാണ്. കാരണം എന്താ അതിന് മുമ്പിലെ ലോജിക്ക് എന്നുള്ള ഇവർ ചിന്തിക്കുന്നേ ഇല്ല. ഒരാളോട് താൻ പാർത്തിരുന്ന് വീട് വിട്ട് പോകാനായിട്ട് പറയുന്നു, പുറപ്പെടാനായിട്ട് പറയുന്നു, അയാൾ പുറപ്പെട്ടു പോകുന്നു. വേറൊരാളോട് ഒരു ചാറ്റമഴ പോലും ഇല്ലാത്ത നാട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ പെട്ടകം പണിയാനായിട്ടാണ് പണിയുക, ആവശ്യപ്പെടുക. ഏറ്റവും പരിഹസിക്കപ്പെട്ടൊരു മനുഷ്യനായിട്ട് ഇയാൾ മാറുന്നുണ്ട്, നോഹ മാറുന്നുണ്ട്. അപ്പോൾ ഈ പരിഹാസങ്ങൾക്കിടയിലും ഇത്തരം അയുക്തികൾക്കിടയിലും ഇത്തരം അനിശ്ചിതത്വങ്ങൾക്കിടയിലും അവരിങ്ങനെ 101% ഈ ദൈവശബ്ദത്തോട് കാതോർത്തു, അതിന് വിധേയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ആ പഴയ നിയമ പൂർണ്ണസങ്കല്പം. പക്ഷേ കുറേ കൂടി മുമ്പോട്ട് പോകാനായിട്ടാണ് യേശു നമ്മളോട് പറയുന്നത്, ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് വേണ്ടി സൃഷ്ടിക്കുക. അവിടുന്ന് എന്താ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്? ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ളതല്ല. സ്വന്തം അപൂർണതകൾ അക്സെപ്റ്റ് ചെയ്യുക, സ്വന്തം അപൂർണതകൾക്കകത്ത് ഇതിൽ ലജ്ജിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇനിയും മുമ്പോട്ട് പോകാനുള്ള, അവിടെ വരെ നമ്മൾ എത്തുക എന്നുള്ളതല്ല. എപ്പോഴും ഓർമ്മിക്കണം, ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേരുന്നൊരു സ്റ്റാറ്റസ് അല്ല, ഇറ്റ്സ് എ പ്രോസസ്സ്. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണെന്ത്? ഈ പ്രോസസ്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. ഒരുപക്ഷെ ക്രിസ്തീയ വിശുദ്ധന്മാരുടെ ചരിത്രത്തിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ആദരിക്കുന്നൊരു മനുഷ്യനെ എടുക്കുക, അസിസിലെ ഫ്രാൻസിസാണ്. 44 വയസ്സിനുള്ളിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ദൈവത്തിനും മനുഷ്യനും വേണ്ടി ഇങ്ങനെ കത്തിപ്പോയ ഒരാളാണ്. എന്നിട്ടും എന്തായിരുന്നു ആ മനുഷ്യൻ്റെ അവസാനത്തെ മൊഴി? സഹോദരന്മാരെ, നമ്മൾ ആരംഭിച്ചിട്ട് പോലുമില്ല, നമുക്ക് ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതൊരു നിരന്തരമായൊരു സാധനൻ്റെ പ്രശ്നമാണ്. നമ്മൾ എത്തിച്ചേരുന്ന വിക്ടറി സ്റ്റാൻഡ് കണക്കൊരു സംഭവമല്ല ഈ പെർഫെക്ഷൻ എന്ന് പറയുക. ഓടിയെത്തുക, എന്നിട്ട് കൃത്യമായിട്ട് മടലുമൊക്കെ ആയിട്ട് അതിനകത്ത് കയറി നിൽക്കുക എന്ന് പറയുന്ന സംഭവമല്ല ഈ പെർഫെക്ഷൻ. അവസാനം വരെ നമ്മൾ ഇനിയും മുമ്പോട്ടെന്ന് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. സ്നേഹത്തിലുള്ള പരിപൂർണത തന്നെയാണ് നിശ്ചയമായിട്ടും മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. സ്നേഹത്തിനകത്ത് ഇനിയും മുമ്പോട്ട് പോകാൻ നിൽക്കുമ്പോൾ അപൂർണതയിൽ തട്ടി നിൽക്കുക എന്ന് തന്നെ ഓർത്തുകൊള്ളുക. അപ്പോൾ എത്ര അപൂർണതയിലായിരിക്കുമ്പോഴും സ്നേഹം നമ്മളെ മോഹിപ്പിക്കുന്നുണ്ട്. ഇനിയും മുമ്പോട്ട് പോവുക, ഇനിയും എത്രയോ കാലങ്ങൾ സഞ്ചരിക്കാനുണ്ട്. നമ്മളിത് വായിച്ചെടുക്കുന്നത് മാത്യു 5:48 വാക്ക്, 5-ാം അധ്യായത്തിൻ്റെ ആ ഗിരിപ്രഭാഷണത്തിൻ്റെയൊക്കെ ഏറ്റവും സട്ടിലെന്ന് വിശേഷിപ്പിക്കാവുന്നൊരിടത്താണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. എൻ്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണമാവുക. നമ്മുടെ പരിപൂർണ്ണ സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മുടെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട, ശരാശരി മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട, ഈ ശരാശരി മനുഷ്യർ വെച്ച് നീട്ടുന്ന സങ്കല്പങ്ങൾക്കകത്ത് കുറച്ചുകൂടി മികവ് കാട്ടിയെന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ മെരിറ്റൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുക. അവിടെ അല്ല. ഈ കഥ കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അപഗ്രഥിച്ച് ഒന്ന് കുരിശു വരച്ച് ഈ ഒരു സന്ധ്യാചിന്ത അവസാനിപ്പിക്കാമെന്ന് കരുതുക. ഒരു കുട്ടി, അവൻ്റെ സംഗീതത്തിൻ്റെ അരങ്ങേറ്റം, നിറഞ്ഞ സദസ്സ്. പിന്നെ ഓരോ കീർത്തനങ്ങൾ പാടുമ്പോഴും ഇങ്ങനെ സദസ്സ് ഇങ്ങനെ കരഘോഷം മുഴക്കൊണ്ടിരിക്കുക. കാരണം അത്രയും നല്ലൊരു പെർഫോമൻസ് ഈ അടുത്ത കാലത്തായിട്ട് ഇവർ സാക്ഷ്യം വഹിച്ചിട്ടില്ല. പക്ഷെ ഓരോ കീർത്തനങ്ങൾക്ക് ശേഷവും ഇവൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഒടുവിൽ അവൻ വേദി വിട്ട് പോകുമ്പോൾ വാവിട്ട് കരയുക. അവൻ്റെ കൂട്ടുകാർ ചോദിച്ചു, എന്തേ എല്ലാവരും നിനക്ക് വേണ്ടി ഇത്രയും കരഘോഷങ്ങൾ മുഴക്കുമ്പോൾ എന്തേ നിൻ്റെ കണ്ണ് മാത്രം നനഞ്ഞു പോയത്? അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, എന്നെ സംഗീതം പഠിപ്പിച്ച ഒരു ഗുരു ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പുറകിലത്തെ കസേരയിൽ ഒറ്റപ്പെട്ടിരിപ്പുണ്ടായിരുന്നു. ഓരോ കീർത്തനങ്ങൾക്ക് ശേഷം ഞാൻ അയാളുടെ മിഴികളിലേക്ക് നോക്കും. അയാളുടെ മിഴികളിൽ എന്നെ അഭിനന്ദിക്കുന്ന, എന്നെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് മെരിറ്റ് തരുന്ന ഒരു സ്പാർക്ക് പോലും ഇല്ലായിരുന്നു. പിന്നെ ഞാനെങ്ങനെ കരയാതിരിക്കും? അപ്പോൾ നമ്മുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അവിടുത്തെ മിഴികൾ നിധീകരിക്കപ്പെടാന്നുള്ള, അതുവരെ ഒരു തരം ക്രിയേറ്റീവായിട്ടുള്ള അശാന്തിയിൽ കടന്നു പോവുക, സർഗപരമായിട്ടുള്ള ഒരു തരം അസ്വസ്ഥതയിൽ കടന്നു പോവുക നിശ്ചയമായിട്ടും നമ്മളെയൊക്കെ സഹായിക്കുന്നൊരു വിചാരമായിരിക്കും എന്ന് തന്നെ കരുതേണ്ടതുണ്ട്. എങ്ങനെയാണ് 33 വയസ്സുള്ള ഒരാൾ കടന്നു പോയത്? എല്ലാം പൂർണ്ണമായെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. എന്ത് പൂർണ്ണമായെന്നാണ് നമ്മൾ പറയുന്നത്?
അയാൾ വിതച്ച വിത്തുകൾ ഇങ്ങനെ മുള പോലും പൊട്ടിയിട്ടില്ല. കൊയ്ത്തോടെ നിൽക്കട്ടെ. പലതും പാഴായിപ്പോയി, ചില വയൽക്കിൽ കൊത്തിക്കൊണ്ടുപോയി, ചിലതിങ്ങനെ ആ മുള്ളുകൾക്കിടയിൽ ഞെരിഞ്ഞ പറന്നു. എന്നിട്ടും 33 വയസ്സുള്ള ഈ മനുഷ്യൻ കടന്നു പോയത് ഭൂമിയിൽ ഏറ്റവും സഫലമായൊരു വാക്ക് പറഞ്ഞിട്ടാണ് പൂർത്തിയായത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഒരാൾ അയാളുടെ ജീവിതത്തെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒറ്റ സ്നാപ്പിൽ അയാളുടെ ജീവിതത്തിൻ്റെ ആൽബം കണ്ടു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കകത്തും ഏറ്റവും വലിയ കാര്യങ്ങൾക്കകത്തും എല്ലാ അലച്ചിലും എല്ലാ പ്രാർത്ഥനകളിലുമൊക്കെ ഒരു കാര്യമുണ്ടായിരുന്നു: ശുദ്ധമായ സ്നേഹം. ഒരു കാര്യത്തിലേക്ക് സ്നേഹം പ്രവേശിക്കുമ്പോൾ, സ്നേഹം കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ, സ്നേഹം കൊണ്ട് അതിനെ മുക്കിയെടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്കാണ് പൂർണ്ണത. ഇൻസ്റ്റിൽ വിത്ത് ലവ്. സാബത്ത് ഇതിനെക്കുറിച്ചുള്ള തർക്കം വരുമ്പോൾ അതാ, എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ സാബത്ത് ലംഘിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ സാബത്ത് ലംഘിക്കാണ്ട് പ്രേരണ കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഞാൻ സാബത്ത് ലംഘിക്കുകയല്ല, സാബത്തിനെ പൂർണ്ണമാക്കുക. അപ്പോൾ എന്താ പൂർണ്ണത എന്ന് പറയുന്നത്? ആ സാബത്തിലേക്ക് അതിൽ കളഞ്ഞു പോയ അതിനകത്ത് കൈമോശം വന്ന സ്നേഹം ഞാൻ വീണ്ടും അതിലേക്ക് നിക്ഷേപിക്കുക, റീഇൻസ്റ്റൽ ചെയ്യുക. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം സ്നേഹപൂർവ്വമായിരുന്നു എന്ന് പറയുന്ന ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യന്, ഏറ്റവും കുഴപ്പമുള്ളൊരു മനുഷ്യന് പോലും ധൈര്യമായിട്ട് പറയാം, എല്ലാം പൂർണ്ണമായിരുന്നു. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.